വക്രദൃഷ്ടി തുടരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നും കോൺഗ്രസിനും സമ്പൂജ്യ സ്ഥാനം നൽകിയ ജില്ലയാണ് കൊല്ലം. മുൻ KPCC പ്രസിഡന്റ് മുതൽ ദേശീയ നേതാവായ കൊടിക്കുന്നിൽ സുരേഷ് വരെയുള്ള ഘടാഘടികന്മാരായ പുരുഷ കേസരികളുള്ള ജില്ലയിലാണ് കോൺഗ്രസിന് ഈ അവസ്ഥ. ഇനി ഒരു വനിതയെ DCC പ്രസിഡന്റായി പരീക്ഷിക്കാമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചത് അതുകൊണ്ടാണെന്ന് AK ആന്റണി വെളിപ്പെടുത്തുന്നു. കൊല്ലം ജില്ല കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാക്കി മാറ്റുക, അതിനൊരു പരീക്ഷണമായിട്ടാണ്. പുരുഷന്മാരെല്ലാം, ഞാൻ പറഞ്ഞു, നിങ്ങൾ പിണങ്ങരുതേ, പുരുഷന്മാരുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് ലക്ഷ്യം കണ്ടില്ല. അതുകൊണ്ടാണ് ഇത്തവണ ഒരു വനിതയിട്ട് പരീക്ഷിക്കാൻ നമ്മൾ ബിന്ദു കൃഷ്ണയെ ഏൽപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് വർഷങ്ങൾക്ക് ശേഷം, ശ്രീമതി സരസ്വതി കുഞ്ഞുകൃഷ്ണൻ്റെ കാലശേഷം വീണ്ടും ഒരു വനിതയെ DC പ്രസിഡൻ്റാക്കി കൊല്ലത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അവരുടെ നേതൃത്വത്തിൽ ഈ ജില്ല തിരിച്ചു പിടിക്കുവാൻ എല്ലാവരും അവരുമായി സഹകരിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. മദ്യനയത്തെക്കുറിച്ചുള്ള ഏതു ചർച്ചയിലും ചാരായ നിരോധനം നടപ്പിലാക്കിയ AK ആന്റണിയെ പരാമർശിക്കാതിരിക്കാനാവില്ല. ആ തീരുമാനത്തിന് പ്രേരിപ്പിച്ചത് എന്തെന്ന് AK വെളിപ്പെടുത്തുന്നു. ഞാൻ കേരളമൊട്ടാകെ സഞ്ചരിക്കുമ്പോൾ എല്ലായിടത്തും എന്നോട് സ്ത്രീകൾ പറഞ്ഞത്, ഈ മദ്യത്തിനടിമയായി തങ്ങളുടെ ഭർത്താക്കന്മാർ, സഹോദരന്മാർ, മക്കൾ വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ദുരിതം, രാവിലെ ഇറങ്ങിപ്പോകുന്ന അവസരത്തിൽ സന്തോഷത്തോടുകൂടി പുഞ്ചിരിയും തൂങ്ങി പോകുന്ന ഭർത്താവും മക്കളും സഹോദരങ്ങളും വൈകുന്നേരം മടങ്ങി വരുമ്പോൾ വേറൊരു മുഖമാണ്. പലപ്പോഴും വീട്ടിൽ അക്രമങ്ങളാണ്. അതിൻ്റെ കാരണം മദ്യത്തിൽ ഏറ്റവും വീരം കൂടിയ മദ്യമായ ഈ ചാരായം കഴിക്കുന്നുണ്ട്. മദ്യപാനികൾ പറയുന്നത് ചാരായത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ കിക്ക് കിട്ടുന്നത്. ഇയാണെന്ന് എനിക്കറിയത്തില്ല. സത്യമാണ്. ആ ചാരായം കുടിച്ച് വരുന്ന ആൾക്കാർക്ക് അവർ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കുടുംബങ്ങളിലാകെ സംഘർഷമാണ്, സംഘട്ടനമാണ്. സ്ത്രീകൾ എന്നും കണ്ണീരാണ്. അതുകൊണ്ട് ഈ ചാരായമെങ്കിലും നിരോധിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ അന്ന് ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ച്, കോൺഗ്രസ് പാർട്ടിയിൽ ആലോചിച്ച് അന്ന് ചാരായം നിരോധിച്ചത്. അത് ആദ്യത്തെ സ്റ്റെപ്പാണ്. എനിക്കത് വിഷയമില്ല. ചാരായ നിരോധനവും ബാർ പൂട്ടലും സൽപ്പേര് കൊണ്ടുവന്നുവെങ്കിലും വോട്ട് കൊണ്ടുവന്നില്ല. തൽക്കാലം സൽപ്പേര് മതിയെന്ന് AK. ആ കഴിഞ്ഞ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ ഗവൺമെൻറ്, അന്നും എല്ലാവരും കൂടെ ആലോചിച്ച്, പാർട്ടിയും UDF എല്ലാം കൂടെ ആലോചിച്ച് ബാറുകൾ പൂട്ടി. എത്ര 700 അല്ലേ, എത്ര 730 ബാറുകൾ പൂട്ടി. രണ്ടാം ഘട്ടമാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം അന്തിമമായി മദ്യവർജനമല്ല, അന്ത്യവർഷം മദ്യനിരോധനം. പക്ഷേ അത് കുറേ സമയം പിടിക്കും, ഒറ്റയടിക്ക് സാധ്യമല്ല. ഘട്ടം ഘട്ടമായി ഓരോ സ്റ്റെപ്പ്. ആദ്യത്തെ ഘട്ടം ചാരായ നിരോധനം, അടുത്ത ഘട്ടം ബാറുകൾ പൂട്ടിയത്. ഇനി ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകണം. പിന്നെ ഗവൺമെൻറ് എടുത്ത് തീരുമാനം ഉണ്ടായിരുന്നു, ഓരോ വർഷം 10% വീതം ബിവറേജ് കോർപ്പറേഷൻ്റെ ഷോപ്പുകൾ പൂട്ടുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഓരോ ഘട്ടം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഓരോ അടിയും മുന്നോട്ടല്ലാതെ ഈ മദ്യത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള പടിപടിയായ ഒരു മദ്യവിമുക്ത കേരളം ഉണ്ടാക്കാനുള്ള പടിപടിയായിട്ടുള്ള മുന്നേറ്റമല്ലാതെ ഇനിയൊരു പിറകോട്ട് പോകും ഈ സംസ്ഥാനത്ത് ആര് വിചാരിച്ചാലും അത് നടപ്പുള്ള കാര്യമല്ല. നമ്മുടെ പയ്യനാ, കൊച്ചു പയ്യനവൻ. കേരളം സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ടൂറിസമല്ല, എന്തിൻ്റെ പേരിലായാലും ബാർ തുറക്കാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ്. ഒരു കാര്യം കൂടി ചെയ്യാവുന്നതാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ബാറുകൾ കൂടി പൂട്ടിയാൽ സമ്പൂർണ്ണ മദ്യവിരുദ്ധ സ്വരാജിലേക്ക് നടന്നെടുക്കാം. എന്തിൻ്റെ പേര് പറഞ്ഞാലും ഇവിടെ പുതിയ ബാറുകൾ തുറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. പറയുന്ന ന്യായം ടൂറിസത്തിന് വേണ്ടിയാണ്. ഇപ്പോഴും കേരളത്തിൽ കുറേ ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ബിയറും വൈനും ഇപ്പോഴും വിൽക്കുന്നുണ്ട്. അത് പെട്ടെന്ന് നിരോധിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഉള്ള ബിയറും വൈനും ആ ഷോപ്പുകൾ നിൽക്കട്ടെ. പക്ഷെ പുത്തനായി ഇനിയും ബാറുകൾ വേണമെന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമല്ല. എടുത്ത കാലുമായി പുറകോട്ട് പോകാൻ സാധ്യമല്ല. പിന്നെ ഇനി പുതിയ ബാറുകൾ തുറന്ന് ആ ബാറിൽ കൂടി
മദ്യം വിറ്റാലേ കേരളത്തിലേക്ക് വരൂ എന്നുള്ള നിർബന്ധമുള്ള ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരണ്ട, അവരവിടെ തന്നെ നിൽക്കട്ടെ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനോട്ട് പ്രോബ്ലം, എനിക്കൊരു വിഷയമില്ല അത്. വീണ്ടും ഒരിടവേള. ചക്ക വീണാൽ വിശപ്പ് ചാവുമോ? വക്ര